എവരി വൺ കുറേ ദിവസമായില്ലേ വോയിസ് ഓവർ ചെയ്തിട്ട്. നാട്ടിൽ ഈ പ്രാവശ്യം പോയിട്ട് വൻ തിരക്കായിരുന്നു. ഒരു 3-4 ദിവസത്തേക്കാണ് പോയത്. ഈ പ്രാവശ്യം റമദാനിക്ക് വീട്ടിൽ പോകാത്തതുകൊണ്ട് നോമ്പ് തുറയിൽ തന്നെ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സിന്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു ക്ലോസ് ഗ്യാങ് ആണ് ഉള്ളത്. ഇവരൊക്കെ എൻ്റെ ഒപ്പം +2 പഠിച്ചതാണ്. ഇതിൽ കുറച്ച് പേരെ ഞാൻ 2 വർഷത്തേക്കൊക്കെയാണ് കാണുന്നത്. പിന്നെ വീട്ടിൽ അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരുന്നുണ്ട്. പിന്നെ എൻ്റെ പെങ്ങന്മാരെ പോയി കണ്ടായിരുന്നു. ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ഒക്കെ പിള്ളേർക്കൊക്കെ കൊടുത്തു. ഇതൊക്കെ എൻ്റെ പ്രൗഡ് മൂമെന്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാളിന്റെ തിരക്കായി. പൊതുവേ ഞാനും ഉമ്മയും മാത്രമാണ് പെരുന്നാളിന് വീട്ടിലുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലണ്ടനിലായിരുന്നു. ഉമ്മ കസിന്റെ വീട്ടിലാണ് പെരുന്നാൾ കൂടിയത്. ഈ പ്രാവശ്യം ഞാനും എൻ്റെ പെങ്ങളും കുട്ടികളും ഉമ്മയും വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെയിൻ പരിപാടി രണ്ടാം പെരുന്നാളിനാണ്. രണ്ടാം പെരുന്നാളിന് ഞങ്ങൾ എല്ലാവരും കൂടിയായിരുന്നു. എൻ്റെ പാപ്പാടെ വീട്ടിൽ 9 മക്കളും ഉമ്മാടെ വീട്ടിൽ 6 പേരുണ്ട്. ഭയങ്കര ഒരു വലിയ ഫാമിലിയാണ്. ഇതിലിപ്പോൾ അതിന്റെ പകുതി ആൾക്കാർ മാത്രമേ ഉള്ളൂ. പാപ്പാടെ ബ്രദേഴ്സും മക്കളും മാത്രമാണ് ഇതിലുള്ളത്. പിന്നെ സിസ്റ്റേഴ്സും. ഉമ്മാടെ വീട്ടിൽ നിന്നും കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ സലാലയിലാണ്. സംഭവം ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. കാരണം കുറെ നാളായിട്ട് നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഫാദർ ഉണ്ടായിരുന്നപ്പോൾ പുള്ളി ചെയ്യുമായിരുന്നു. 9 മക്കളിൽ 3-ാമത്തെ ആളാണ് എൻ്റെ ഫാദർ. ആണുങ്ങളുടെ മൂത്ത ആളാണ്. എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ഇക്കാക്കയായിരുന്നു. എല്ലാവർക്കും വേണ്ടി തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ വിരുന്നാളൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് നടന്നിരുന്നു കുറച്ച് നാൾ മുമ്പ്. അതിനുശേഷം പിന്നെ ഫിനാൻഷ്യൽ സ്ട്രഗിളും ഫാദറിന്റെ മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ കാരണം ഇതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 15 വർഷമായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ചെറുതിലെയാണ് വീട്ടിൽ ഇതേപോലത്തെയൊക്കെ വിരുന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ ഉമ്മാന്റെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. ആൻഡ് ഓൾസോ എനിക്കത് ചെയ്യാൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി ഇതിൽ ആൾക്കാരെ ആഡ് ചെയ്യാൻ ഫസ്റ്റ് കസിൻസിനെ മാത്രം വിളിച്ചിട്ട് പരിപാടി ഫുൾ നടത്തുകയാണെങ്കിലും നമുക്കൊരു ഓഡിറ്റോറിയത്തിന് വെക്കാനുള്ള ആൾക്കാരുണ്ട്. എന്തായാലും പരിപാടിയൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയാലും ഞങ്ങളും ഭയങ്കര ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. എനിക്ക് ഇന്ന് നൈറ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഇനി ബാക്ക് ടു വർക്ക്, ബാക്ക് ടു ബാംഗ്ലൂർ ലൈഫ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യാ.